മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു മുഖമാണ് മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ ചാർത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടേത്. 32 വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടം കവർന്നെടുത്ത മലയാളികളുടെ പ്രിയപ്പെട്ട മോനിഷ. ആലപ്പുഴ ചേർത്തലയിലുണ്ടായ ആ വാഹനാപകടം കവർന്നെടുത്തത് മലയാളികൾ ഹൃദയത്തിലേറ്റിയ താരത്തെയായിരുന്നു. മോനിഷ വിടവാങ്ങിയിട്ട് ഇന്ന് 32 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. അഭിനയ ശൈലിയിൽ ഏവർക്കും പ്രിയങ്കരിയായ നടിയായിരുന്നു മോനിഷ. 21-ാം വയസ്സിൽ ഈ ലോകത്തോട് വിടവാങ്ങിയെങ്കിലും മോനിഷയുടെ ശക്തമായ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഒരു നിറചിരിയോടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മോനിഷ. ചുരുങ്ങിയ കാലം കൊണ്ട് ശക്തമായ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച കലാകാരി എന്ന് പേര് കേട്ട നടി. നഖക്ഷതങ്ങളിലെ ഗൗരിയും, ഋതുഭേദത്തിലെ തങ്കമണിയും, കടവിലെ ദേവിയും, കമലദളത്തിലെ മാളവികയും, കുടുംബസമേതത്തിലെ തുളസിയും, വേനൽക്കിനാവുകളിലെ നളിനിയുമായൊക്കെ ഇന്നും മലയാള സിനിമയിൽ അനശ്വരമായി നിലനിൽക്കുകയാണ് മോനിഷ. നാരായണൻ ഉണ്ണിയുടെയും ശ്രീദേവി ഉണ്ണിയുടെയും മകളായ മോനിഷയെ സിനിമയിലേക്ക് എത്തിച്ചത് കുടുംബ സുഹൃത്തും എഴുത്തുകാരനുമായ MD വാസുദേവൻ നായർ ആയിരുന്നു. MD വാസുദേവൻ നായർ ഹരിഹരൻ കൂട്ടുകെട്ടിന്റെ നഖക്ഷതങ്ങളിലൂടെയാണ് തന്റെ 15-ാം വയസ്സിൽ മോനിഷ സിനിമാരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് തന്നെ 1987-ലെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടാൻ മോനിഷയ്ക്കായി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഉർവശി ബഹുമതി നേടിയതും മോനിഷ തന്നെയാണ്. ഋതുഭേദം, ആര്യൻ, പെരുന്തച്ചൻ, കുടുംബസമേതം, കമലദളം, ചമ്പക്കുളം തച്ചൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു ആ ദാരുണമായ വിയോഗം. 1992 ഡിസംബർ 5-ന് ചെപ്പടിവിദ്യ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ മോനിഷയും അമ്മയും സഞ്ചരിച്ച കാർ ആലപ്പുഴയ്ക്കടുത്തുള്ള ചേർത്തലയിൽ വെച്ച് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തലച്ചോറിനുണ്ടായ പരുക്ക് മൂലം മോനിഷ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇന്നും ഉൾക്കൊള്ളാനാവാത്തതാണ് മോനിഷയുടെ അപ്രതീക്ഷിത വിയോഗം. അത്രമേൽ മലയാളിത്തം നിറഞ്ഞ പ്രതിഭയായിരുന്നു അവർ. അഭ്രപാളികളിൽ ആടിത്തിമിർക്കാൻ ഒരുപാട് വേഷങ്ങൾ ബാക്കി വെച്ചാണ് മോനിഷ ഈ ലോകത്തോട് വിടവാങ്ങിയത്.